ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സേമിയ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി വറുത്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടും കൂടി വറുത്തെടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ 1 കപ്പ് സേമിയ വറുത്തെടുക്കാം. ഇത് റോസ്റ്റഡ് സേമിയയാണ്, എന്നാലും കുറച്ചുകൂടി നെയ്യൊഴിച്ച് ഇതൊന്നുകൂടി വറുത്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പായസത്തിന് കുറച്ചുകൂടി ഫ്ലേവർ കൂടും. ഇത് 2 മിനിറ്റ് ഒന്ന് ചെറുതായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിക്കുമ്പോൾ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ പാട കെട്ടും. ഇപ്പോൾ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ മീഡിയം ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കി 4 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കാഷ്യൂ നട്ടും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് 2 മിനിറ്റ് കൂടി ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ പാട കെട്ടും. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ചൂട് പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.